ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷം. പുരാതന കാലം മുതൽ തത്വചിന്തകന്മാരും എഴുത്തുകാരുമൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്: സഹനവും പ്രതിസന്ധിയും കൂടാതെ ഒരു മനുഷ്യ ജീവിതം ഉണ്ടാകുമോ എന്നുള്ളത്. അതിനുള്ള മറുപടി എന്നോണം ഇന്നത്തെ സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത് അപ്രകാരം ഒരു ജീവിതം ഒരിക്കലും സാധ്യമല്ല. സഹനങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അനിവാര്യമായ യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യ ജീവിതത്തെ തകർക്കുവാനുള്ളതല്ല, മറിച്ച് ശക്തിപ്പെടുത്തുവാനുള്ളതാണെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ക്രിസ്തു വ്യക്തമാക്കുന്നത് ഒരു പ്രത്യേക ഉപമയിലൂടെയാണ്. രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ്. ഒന്ന്, ദൈവവചനം ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർ. അവർ തങ്ങളുടെ ജീവിതമാകുന്ന ഭവനം പണിയുന്നത് പാറപ്പുറത്താണ്. രണ്ടാമത്തെ തരത്തിലുള്ള മനുഷ്യരെന്ന് പറയുന്നത് ദൈവവചനം ശ്രവിക്കുന്നു, എന്നാൽ അതനുസരിക്കാതെ ജീവിക്കുന്നവരാണ്. അവർ തങ്ങളുടെ ജീവിതമാകുന്ന ഭവനം പണിയുന്നത് മണൽപ്പുറത്താണ്. ഈ രണ്ട് തരത്തിലുള്ള മനുഷ്യരുടെയും നേർക്ക് മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി അവിടെ ഭവനങ്ങളിന്മേൽ ആഞ്ഞടിക്കുന്നു. എന്നാൽ ദൈവവചനം ശ്രവിച്ച് അതനുസരിച്ച് ജീവിച്ചവൻ അവയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. എന്നാൽ ദൈവവചനം ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കാത്തവൻ്റെ ഭവനം അവിടെ വീണുപോകുന്നു. അതേ സ്നേഹമുള്ളവരെ, ഇവിടെയാണ് ദൈവവചനത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ജീവിതത്തിൽ എന്തൊക്കെ പറഞ്ഞാലും സഹനങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അനിവാര്യമാണ്. ഇവയൊക്കെ അതിജീവിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ: ദൈവവചനമനുസരിച്ച് ജീവിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. പരിശുദ്ധ മറിയം ജീവിതത്തിൽ അമ്മയെപ്പോലെ സഹനങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ട മറ്റൊരു വ്യക്തിയെ ഈ ഭൂമിയിൽ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. തൻ്റെ പുത്രന് ജനിക്കുവാൻ സ്ഥലമില്ല, തൻ്റെ പുത്രനെ നഷ്ടപ്പെടുന്നു, തൻ്റെ മുൻപിൽ തൻ്റെ മകൻ കൊല്ലപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ. ഇവയൊക്കെ അതിജീവിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. കാരണം പരിശുദ്ധ അമ്മ ദൈവവചനമനുസരിച്ച് ജീവിച്ചു. വിശുദ്ധ ഔസേപ്പിതാവും ഇപ്രകാരം സഹനങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ അവയൊക്കെ അതിജീവിക്കാൻ സാധിച്ചു. കാരണം വിശുദ്ധ ഔസേപ്പിതാവും ദൈവവചനമനുസരിച്ച് ജീവിച്ചു. വിശുദ്ധരുടെയൊക്കെ ജീവിതം ഇത് തന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സഹനങ്ങളും മുള്ളുകളും നിറഞ്ഞ ജീവിതമായിരുന്നു വിശുദ്ധരുടെയൊക്കെ ജീവിതം. അവരാരും വീണുപോയില്ല, കാരണം അവർ ദൈവവചനമനുസരിച്ചു ജീവിച്ചു. പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലെ സഹനങ്ങളും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വീണുപോകാതെ ജീവിക്കണമെങ്കിലുള്ള ഒറ്റ മാർഗമെന്ന് പറയുന്നത് ദൈവവചനമനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മെ ആർക്കും ഒരിക്കലും തകർക്കുവാൻ സാധിക്കുകയില്ല. അതാണല്ലോ ജെറമ്യാ പ്രവാചകൻ പറയുന്നത്: എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിലുള്ള പദ്ധതിയല്ല, അത് നിൻ്റെ ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്. അതേ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നന്മകൾ. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നാശങ്ങളാണ്. ആയതിനാൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് ഒരിക്കലും വീണുപോകാതെ സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.